വിശ്വാസം വരണില്ലല്ലേ? ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നിന്ന് നോക്കുമ്പോൾ കെട്ടിടങ്ങളൊക്കെ മറിഞ്ഞു മറിഞ്ഞു വരിക, അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കൂക്കും വിളിയും കേൾക്കുന്നുണ്ട്. രക്ഷിക്കണേ രക്ഷിക്കണേ, എൻ്റെ സൗണ്ട് ഇനി ശരിയായിട്ടില്ല, ഒച്ചിട്ടിട്ട് ആരും രക്ഷിക്കാൻ വരുന്നില്ല. ഒരു അയൽവാസിയില്ല, വീടുകളൊന്നുമില്ല, എല്ലാം മറിഞ്ഞു പോയി കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പുറത്ത് നിന്നിട്ട് എൻ്റെ കൊച്ചുമോളെയും വലിച്ച് വെള്ളത്തിൽ പോവുക. ഞാൻ എവിടേക്കാണ് പോകണത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ നീന്തി വന്നു, കുട്ടിനെയും കെട്ടിപ്പിടിച്ചിട്ട് പോണടുത്ത് എത്തട്ടെ വരെ നീന്തിയപ്പോൾ ഒരു തിണ്ടിന് ഇങ്ങനെ പിടിച്ച് കയറാൻ. ഇത് നീ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഇനി പറയാൻ പോണത് നീ വിശ്വസിക്കത്തേ. അങ്ങനെ കയറി ഇങ്ങനെ പോയപ്പോൾ അവിടെ ആന മൂന്നെണ്ണം ഉണ്ട്. അതിലൊരു കവുങ്ങിൻ്റെ മരം ഉണ്ടായി. ആ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഈ ആനൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഒരു കൊമ്പനാണ്. ഞങ്ങൾ ആ സ്ഥിരം കാണുന്നതാ. എസ്റ്റേറ്റിൽ ഞാൻ ചപ്പ് വെട്ടുന്ന തൊഴിലാളിയാണ്, മുണ്ടക്കൈ ഡിവിഷനിൽ. ആന ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ മിണ്ടാതെ ചെവിയാട്ടി നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ്, ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്നാണ് രക്ഷപ്പെട്ട് വരുന്നത്. നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ, എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ എൻ്റെ കുട്ടിനെയും പറഞ്ഞിട്ട്. ആനിങ്ങനെ നോക്കി രണ്ട് കണ്ണുകൂടി ഇങ്ങനെ വെള്ളം വരിക. ആ മരത്തിൻ്റെ താഴെ തന്നെ ഞാനും എൻ്റെ കുട്ടിയും കിടന്നു. പെരും മഴ. രാത്രി 1:30 സംഭവിച്ചിട്ട് 6 മണി വരെ രാവിലെ ആ മരത്തിൻ്റെ താഴെ ഞങ്ങൾ കിടന്നു.